വെൽക്കം ടു ഓൾ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് എൻ്റെ ആദ്യത്തെ മിസ്കാരേജ് സ്റ്റോറി ആയിരുന്നു. ആ മിസ്കാരേജ് നടക്കുന്നത് 2019 ഡിസംബറിലായിരുന്നു. അതിനുശേഷം മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഒരുപാട് വിഷമിച്ചിരുന്നൊരു സമയമാണ്. ആ ടൈമിൽ പിന്നീട് കൺസീവ് ആവാൻ തന്നെ ഒരു പേടിയായിരുന്നു മനസ്സിൽ. വേറൊന്നും കൊണ്ടല്ല, ഒരു അബോർഷൻ അത് നമ്മൾ വേറൊരു നാട്ടിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ നോക്കാനോ ഒന്നിനും ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇനിയും കൺസീവായി അതേ ഒരു അവസ്ഥയിൽ കൂടി പോവുകയാണെങ്കിൽ നമ്മളത് എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. പിന്നെ മെൻ്റലി നമുക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ ഇനിയും കടന്നു പോകാനായിട്ടുള്ള ഒരു വിൽ പവറും നമുക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഡിസംബറിൽ മിസ്കാരേജ് കഴിയുന്നു. ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ പോകുന്ന സമയത്താണ് ജൂൺ മന്ത്. ആ സമയത്ത് ഒരു ദിവസം ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് രാവിലെ ഞാൻ ജോലിക്ക് തിരിച്ചു പോയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴും എനിക്ക് യാതൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല. കാരണം PCOD ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പീരീഡ്സ് തള്ളിപ്പോകുന്നതൊന്നും അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കൊടുത്തു, ബ്ലഡ് കൊടുത്തു. ഞാൻ തിരിച്ച് ജോലിക്ക് പോയി. അവിടുത്തെ തിരക്കിൻ്റെ ഇടയിൽ സാധാരണ ഓരോ പ്രാവശ്യം നമ്മൾ ബ്ലഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റിന് കൊടുക്കുന്നു, യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കും. അങ്ങനെ ഒരു ടൈം എനിക്കും ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്കൊരു പ്രഗ്നൻസി കിറ്റ് എടുത്ത് നോക്കിയാൽ പോലും ഒരു ഡബിൾ ലൈൻ നമ്മൾക്ക് കണ്ടിട്ടില്ല. അതേപോലെ ബ്ലഡ് കൊടുത്തു കഴിയുവാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ ജോലിക്ക് പോകുന്നു. അവിടുത്തെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇതൊന്നും പിന്നെ ഓർത്തത് കൂടിയില്ല. രാവിലെ ഒരു 7:30 ടൈമിൽ കൊടുത്തുപോയി. 1 ഹവറാണ് ഇതിൻ്റെ ടൈം എടുക്കുന്നത്. ഒരു 8:30 ആയപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു 9 മണിയോടുകൂടി റിസൾട്ട് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ബോധേഡല്ലാന്നല്ല, നമ്മളതിനെപ്പറ്റി മറന്ന് തന്നെ പോയി. നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ഇതിൽ. അങ്ങനെയാണ് പിന്നെ ഒരു 12 ഉച്ചയോടെയാണ് ഞാൻ അറിയുന്നത് റിസൾട്ട് പോസിറ്റീവാണെന്ന്. അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞപ്പോൾ സന്തോഷം മാത്രമല്ല, അതിലേറെ പേടിയാണ് വന്നത്. ഇനിയും പഴയ പോലെ തന്നെ ആവുമോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് ഞാൻ അറിഞ്ഞ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇതിന് മുമ്പ് എനിക്ക് അബോർഷനായ ആ ഒരു പ്രഗ്നൻസിയുടെ സ്കാനിങ്ങിന് ശേഷം സ്കാനിങ്ങിൽ നമുക്കൊരു ഡെലിവറി ഡേറ്റ് തരും. ഒരു 3 മന്തിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 സ്കാൻ എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ആയിരുന്ന സമയത്ത്, ഓരോ കേസും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്ന ആ സെയിം ഡേറ്റിലാണ് ഞാൻ കൺസീവ് ആണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. ഞാൻ ദൈവത്തിനോട് ഇതിന് മുന്നേ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ആ ഒരു ഡേറ്റൊക്കെ വരുമ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെയാണെന്ന് കടന്നു പോവുക, ഞാൻ എങ്ങനെ ആ ഒരു ഡേറ്റൊക്കെ സഹിക്കും, ആ ഒരു സമയത്തൊക്കെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടേണ്ട ടൈമല്ല, ഞാൻ എങ്ങനെ. പക്ഷേ ദൈവം എനിക്കതെൻ്റെ ആൻസറായിട്ട് എൻ്റെ കയ്യിൽ ഈ റിസൾട്ടാണ് ദൈവം എനിക്ക് തന്നത്. ആ ഒരു ഡേറ്റിൽ ഞാൻ അന്ന് തന്നെ വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വൈകിട്ട് തന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് എനിക്ക് സാക്ക് കാണിച്ചു തരുവാണ്. സാക്ക് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് കിടക്കുന്ന ആ ഒരു സാക്ക് എനിക്ക് സ്കാനിങ്ങിൽ ഡോക്ടർ കാണിച്ചു തന്നു. എനിക്ക് അന്നുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഡോക്ടർ ഓക്കെ, ഹെൽത്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തിരിച്ച് വിടുവാണ്. അതിനുശേഷം പിന്നെ ഒരു ഡേറ്റ്, ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് വാ, അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വാ, നമുക്ക് ഒന്നുകൂടി നോക്കാം, അപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു പ്രോബ്ലം ഉള്ള പോലെ, ഹാർട്ട് ബീറ്റ് അത്രയ്ക്ക് വീക്കായിട്ട് ചെറുതായിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരു സ്ട്രോങ് ഹാർട്ട് ബീറ്റൊന്നും തോന്നുന്നില്ല, ചിലപ്പം
ഇത് പോവാൻ ചാൻസ് ഉണ്ട്, മിസ്കാരി ഇതാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് പറഞ്ഞൊരു 2 വീക്സ് വെയിറ്റ് ചെയ്തിട്ട് ഇനി സ്കാൻ ചെയ്താൽ മതി എന്ന്. ഞാനിതിന് മുന്നേയും ഇതേപോലത്തെ ഒരവസ്ഥയിൽ കൂടി കടന്നു പോയതുകൊണ്ട് ആ ഒരു 2 വീക്ക് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ പീരീഡാണ്. ആ ഒരു പീരീഡ് ഞാൻ ആ ഒരു ജോലി ഞാൻ ലീവ് എടുത്തു. കാരണം എന്താ വെച്ചാൽ ഇനി ജോലിക്ക് ട്രാവൽ ചെയ്ത് പോയിട്ട് ഇഷ്യൂസൊന്നും വേണ്ട. അപ്പോൾ അതിന് 2 ആഴ്ചയാണ്, 2 ആഴ്ച നമ്മൾ റെസ്റ്റ് എടുത്ത് സ്കാൻ ചെയ്യാമെന്നുള്ള ഇതിൽ 2 വീക്ക് വെയിറ്റ് ചെയ്യുവാണ്. ആ വെയിറ്റ് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് ഞാൻ ഓർക്ക് ഇപ്പോൾ തന്നെ പോയി ഒന്ന് നോക്കാം, സ്കാൻ ചെയ്ത് എനിക്ക് എപ്പോഴും സ്കാൻ ചെയ്യണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ. അങ്ങനെ 2 വീക്ക് ആവുകയാണ്. 2 വീക്കായ അന്ന് ദിവസം മോർണിംഗ് ഒരു 10:30 കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെവി ബ്ലീഡിങ് വരുവാണ്. നമ്മളുടെ കൈയൊക്കെ മുറിയുമ്പോൾ എങ്ങനെയാണോ ബ്ലഡ് വരുന്നത് അതേപോലെ ത്രൂഔട്ട് ബ്ലഡ് വരുവാണ്. അല്ലാതെ ചെറിയ സ്പോട്ടിങ് ആയിട്ടല്ല, നന്നായിട്ട് ഫ്ലോ ചെയ്ത് വരുവാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ റൂമിൽ ഒറ്റയ്ക്കാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഞാൻ കരഞ്ഞൊരു വഴിക്കായി. എനിക്ക് ഉറപ്പായി ഇത് പോയി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഞാൻ എന്നിട്ടും ഈവനിങ് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് റിസപ്ഷനിൽ നമുക്കറിയാവുന്ന സ്റ്റാഫൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറുടെ അടുത്തോട്ട് അവർ ചെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെ എന്നെ ഇതിന് മുമ്പത്ത് നമുക്ക് പോയ കാര്യം അറിയാം. ഡോക്ടർ എന്നെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഡോക്ടർ എന്നെ വിളിക്കുന്നില്ല. എന്നോട് പറഞ്ഞ് ബ്ലാഡർ ഫില്ലായിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ 1 മണിക്കൂറോളം അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു ബ്ലാഡർ ഫുള്ളായി, നോക്കാം. കാരണം എനിക്കും ടെൻഷനാവുകയാണ്, ഇതെന്താണ് ഏതാണെന്നൊന്നും അറിയണം, ഇനി ആ പഴയ അവസ്ഥയിലൂടെ പോവുകയാണോ എന്നുള്ളൊരു ടെൻഷൻ കാരണം. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ ഡോക്ടർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട്, എന്നുവെച്ചാൽ നമ്മൾ പേഴ്സണലി അറിയാവുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അവർക്കതൊരു റുട്ടീൻ പോലെ പോവും, അത്രയേ ഉള്ളൂ. പക്ഷേ അവർക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് അവർക്ക് നമ്മളോട് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ഇങ്ങനെ പുള്ളിക്കാരി നോക്കി പെട്ടെന്ന് തന്നെ സൗണ്ട് ഓണാക്കിയിട്ട് എന്നെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ സന്തോഷം കൊണ്ട് ഡോക്ടർ ഭയങ്കര ഹാപ്പി ആവുകയാണ്. എന്നോട് ഹെൽത്തി ബേബിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്താ. അപ്പോൾ എന്നോട് ഫസ്റ്റ് സ്കാൻ ചെയ്ത സമയത്ത് എന്നോട് പറയുന്നുണ്ട്, ഒരു സാക്ക് വിസിബിളായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഒന്നിൽ കൂടുതൽ സാക്ക് ഉണ്ടെന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് അടുത്ത സ്കാൻ ആകുമ്പോൾ അത് വിസിബിളാവും, കാണാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹെവി ബ്ലീഡിങ് ആയിരുന്നു, ഞാനിത് അബോർഷനായി പോയി എന്ന് തന്നെയാണ് വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് ചിലപ്പോൾ ഒരു ബേബി കൂടി ഉണ്ടായിരിക്കും, അത് മിസ്കാരേജായി പോയതായിരിക്കാം ഈ ബ്ലീഡിങ് വന്നത്. എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, പക്ഷേ ഡോക്ടർ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു ടൈം ഒരു 1 hour അല്ല, ഒരു ½ an hour ബ്ലീഡിങ് വന്നു, പിന്നെ നിന്നു ബ്ലീഡിങ്. പിന്നെ എനിക്കില്ല. ഈവനിങ് ഡോക്ടറെ കാണാൻ സ്കാനിങ്ങിന് പോകുന്ന ടൈമൊന്നും ബ്ലീഡിങ് എനിക്കില്ലായിരുന്നു. ആ ഒരു ടൈമിൽ വന്നു നിന്നു, അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ഹാപ്പിയായി പോവുകയാണ്. പക്ഷേ ഇതിന് മുമ്പ് നമുക്ക് ഹിസ്റ്ററി മിസ്കാരേജ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതൽ കെയർ എടുക്കാൻ നമ്മളോട് പറഞ്ഞു. എനിക്ക് അതിന് മുന്നേ ഹാർട്ട് ബീറ്റ് വന്നിട്ട് നിന്ന് പോയതുകൊണ്ട് ചിലപ്പോൾ ക്ലോട്ടിങ് ഇഷ്യൂ എന്തെങ്കിലും ആണോ എന്ന ഉള്ളൊരു കാര്യം അവർ പറയുകയാണ്. ക്ലോട്ടിങ് ഇഷ്യൂ ആയിരിക്കാം, അതുകൊണ്ട് ആസ്പിരിൻ ഇഞ്ചക്ഷൻ, ക്ലെക്സിൻ ഓരോ ദിവസം ഇടവിട്ട് ക്ലെക്സിൻ എടുക്കണം, അത് നമ്മൾ തനിയെ എടുക്കണം എന്ന് പറഞ്ഞ് ക്ലെക്സിൻ തരുവാണ്. ക്ലെക്സിനുണ്ട്. പിന്നെ വീക്കിലി പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ, പ്രൊലൂട്ടൺ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ വീക്കിലി എടുക്കണം എന്നും പറഞ്ഞു. പിന്നെ നമുക്ക് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റുകൾ, അയൺ ഫോളിക് ആസിഡ് അങ്ങനെയുള്ള ടാബ്ലറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് തന്നിരുന്നത്. എന്നോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ നോർമലി നടക്കാനും ഞങ്ങളുടെ റൂമിലെ കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുക, വാഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ച് തന്നെ കെയർ എടുത്ത് ചെയ്യുമായിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോയി. നമ്മൾ ഓരോ കാര്യം ശ്രദ്ധിച്ച് പോവാണ്. അങ്ങനെ പോയി 3 month ആയപ്പോഴത്തേക്കും ആസ്പിരിൻ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. NT സ്കാൻ എടുത്തു.
അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വാല്യൂ എന്താ 1 സംതിങ് എടുത്താണ് വന്നത്. അപ്പോൾ നോർമലാണെന്ന് പറഞ്ഞിട്ടും ഡബിൾ മാർക്കർ എടുക്കുകയാണെങ്കിൽ എടുക്കൂ എന്ന് പറഞ്ഞു. ഇത് നോർമലാണ്. അപ്പം ഞാൻ തന്നെ പേഴ്സണലി തീരുമാനിച്ചു ഡബിൾ മാർക്കർ എടുക്കുന്നില്ല. അങ്ങനെ ഡബിൾ മാർക്കർ ടെസ്റ്റ് നമ്മൾ ചെയ്തില്ല. ഞാൻ NT സ്കാൻ മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പം നിങ്ങളോട് ഡബിൾ മാർക്കർ ചെയ്യാൻ ഡോക്ടർ പറയുവാണെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ നോക്കേണ്ടത് ഒരു 30 എബോവ് ആണോ നമ്മളുടെ ഏജ്, പിന്നെ ഈ NTയുടെ വാല്യൂ, നേസൽ ബോൺ വിസിബിൾ ആണോ, ഇതൊക്കെ വെച്ചിട്ട് ആണ്. അപ്പോൾ NTയുടെ വാല്യൂ ഒരുപാട് കൂടുതലാണെങ്കിലൊക്കെയാണ് ഡബിൾ മാർക്കർ പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കേസുകൾ കാണുന്നത് കൊണ്ട് അവരെല്ലാ ഇതിനും പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 പ്രഗ്നൻസി ആയില്ല. അതൊരെണ്ണം പിന്നെ അബോർഷനായി. ഇപ്പോൾ എനിക്ക് വേറൊരു കുട്ടി കൂടി ഉണ്ട്. അതിലൊന്നിലും തന്നെ ഞാൻ ഇതുവരെ ഡബിൾ മാർക്കർ ചെയ്തിട്ടില്ല. ഒരു പ്രഗ്നൻസിയിലും ഡബിൾ മാർക്കർ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു 4 മന്ത് അടുത്തൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു, ബേബിയുടെ ജെൻഡർ ഞാൻ അറിഞ്ഞു. ഇങ്ങനെ സ്കാൻ ചെയ്ത് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്കാനിങ് റൂമിലോട്ടൊരു നേഴ്സ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ബേബി ഗേളാണല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ഇതേപോലെ നമ്മൾ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി സ്കാൻ ചെയ്തപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ബേബി ഗേളാണ്, മോളാണെന്ന്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് എനിക്കൊരു മോൾ വേണം എന്നുള്ളത്. കൂടുതൽ ആളുകൾക്ക് ബേബി ബോയ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ടോ ആദ്യം മുതൽ ബേബി ഗേളിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയപ്പോഴും എപ്പോഴും ബേബി ഗേളിനോട് എന്നുവെച്ചാൽ ബേബി ബോയ് മോശമാണെന്നല്ല, നമുക്ക് പേഴ്സണലി ഒരുക്കിക്കൊണ്ട് നടക്കാനോ അങ്ങനെയുള്ളൊരു ഇഷ്ടം കൊണ്ടൊക്കെ ആവാം. അത് അങ്ങനെ എൻ്റെ ആ ഇഷ്ടം വരെ ദൈവം എനിക്ക് മാറ്റി തന്നിട്ടുണ്ട് പല അനുഭവങ്ങളിലൂടെ. എന്നാലും എനിക്കന്ന് ആ ടൈമിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ 5 മന്തൊക്കെ ആയപ്പോൾ നമ്മുടെ ബേബിയുടെ ജെൻഡർ 5 മന്തൊക്കെ ആയപ്പോൾ കൺഫേം ആയി. അങ്ങനെ പോയി. അങ്ങനെ ഒരു 7.5 മന്ത് വരെ ഞാൻ പുറത്ത് തന്നെയായിരുന്നു. അതിന് ശേഷം ഞാനൊരു 7.5 മാസമൊക്കെ ആയപ്പോൾ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നു. എനിക്ക് ഈ 7.5 മാസമായ സമയത്തും നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഡോക്ടർ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിലും എന്നെ കണ്ടാൽ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നിട്ട് പോലും ഇല്ലായിരുന്നു. എന്നോട് എയർപോർട്ടിൽ ഒരാളും ഈ സർട്ടിഫിക്കറ്റ്സിനെ പറ്റിയിട്ട് ഒന്നും തന്നെ ചോദിച്ചില്ല. കാരണം എനിക്ക് എൻ്റെ വയറെല്ലാം ടമ്മിയൊക്കെ എനിക്ക് ഭയങ്കര കുറവായിരുന്നു. അത് കഴിഞ്ഞൊരു 7.5 ഒക്കെ ആയപ്പോൾ പക്ഷേ ബേബിയുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കറക്റ്റല്ല, കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് എൻ്റെ യൂട്രസിൻ്റെ ഒരു റിട്രോവേറ്റഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് ഇതെന്താണ് റിട്രോവേറ്റഡ് യൂട്രസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം അത് കഴിഞ്ഞ് 7.5 ആയി ഞാൻ നാട്ടിൽ വന്നു. അത് കഴിഞ്ഞൊരു 1 മന്ത് കഴിഞ്ഞു 8.5. ആ ടൈമിൽ എനിക്ക് ഇടയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് പെൽവിക് ഏരിയയിൽ ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ടിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തൊക്കെ താഴത്തോട്ട് നല്ലതായിട്ട് പ്രഷർ തോന്നുന്നുണ്ട്. നമുക്ക് ഡെലിവറിയുടെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല, ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ പ്രഷർ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സ്കാൻ എടുത്തിട്ട് അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ് എന്നുള്ള ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിടുവാണ്. പിന്നെ കറക്റ്റ് ഒരു 8 മന്ത് കഴിഞ്ഞപ്പം ഒരു 34 + 5 വീക്സ് ആയപ്പം എനിക്ക് ഒരു ദിവസം മോർണിംഗ് തൊട്ട് എനിക്ക് ചെറിയ രീതിയിൽ എന്നുവെച്ചാൽ പീരീഡ്സൊക്കെ ആവാനായിട്ട് വരുന്ന പോലത്തെ ചെറിയൊരു അസ്വസ്ഥത. എനിക്ക് നോർമലി പീരീഡ് ആകുമ്പോൾ ഭയങ്കര ഒരു വേദനയൊന്നും അനുഭവപ്പെടുന്ന ഒരാളല്ല. എനിക്ക് പെയിൻ ടോളറേറ്റിംഗ് പവർ കുറച്ച് കൂടുതലായതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഡെലിവറിയുടെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും എനിക്ക് പെയിൻ കുറച്ച് സഹിക്കാനായിട്ട് ഒരു കേപ്പബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ എനിക്ക് രാവിലെ തൊട്ടിങ്ങനെ എന്തോ ഒരു അസ്വസ്ഥതകളാണ് ഭയങ്കരമായിട്ടും ബാക്കിലൊക്കെ. ബാക്ക് പെയിനാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ തന്നെ പറയുന്നുണ്ട് എല്ലാവരോടും എനിക്കെന്തോ അസ്വസ്ഥതയുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തൊക്കെ നടക്കുവാണ്, അല്ലാതെ ഇങ്ങനെ ഇരിക്കലും കിടക്കലും എല്ലാം നടക്കുവാണ് ഞാൻ. അപ്പം ടൈമായിട്ടില്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ വീട്ടിൽ അമ്മയോടൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇനി ഉണ്ടാവും, ഇങ്ങനെയുള്ള പെയിനൊക്കെ ഉണ്ടാവും, അതൊക്കെ നോർമലാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ടൈമിൽ
ഇങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇനിയുള്ള നാളെയും മറ്റന്നാളൊക്കെ ഇനി അവധിയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നു പോയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്ന് കണ്ടേക്കാം, കൺസൾട്ട് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പം ഞാൻ അങ്ങനെ പിന്നെ ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ ഈവനിങ് ഒരു 5:30-6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ് ഡോക്ടറെ കാണാനായിട്ട് ചെന്ന സമയത്ത് ഡോക്ടർ അവിടെ ഇല്ല. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ഹോസ്പിറ്റലിലില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് നേഴ്സാണ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു പെയിനുണ്ട്. അപ്പോൾ ഞാൻ കൂളായിട്ട് തന്നെ നിൽക്കുവാണ്, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കാറിൽ എന്നെ കൊണ്ടുപോകുന്ന എൻ്റെ ചേട്ടനൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട് ഞാൻ കൂളായിട്ടിരിക്കുന്നത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നിട്ട് പോയിട്ട് തിരിച്ചു വരും എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നു. എന്നോട് സിസ്റ്റർ പറഞ്ഞു അകത്തോട്ട് വാ, നമുക്കൊന്ന് ഫുള്ള് പരിശോധിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് എനിക്ക്. അതിന് മുമ്പ് സ്കാനിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് TVS ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും PV ചെയ്യുന്നത് എനിക്ക് ആദ്യമായിരുന്നു. എന്നുവെച്ചാൽ അതിനുള്ള ടൈമൊന്നും ആയിട്ടില്ല, 8 മാസം അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു എനിക്കിത് ഏതാണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല, ഇങ്ങനെ അതിൻ്റെ ഫീലിംഗ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ചെന്നു, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു. അത്യാവശ്യം ഇവർ പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റായി പോകുന്ന ഒരാളാണ്. എന്നോട് റിലാക്സ് ചെയ്ത് കിടക്കാൻ പറഞ്ഞു. ഞാൻ കിടന്നു. പുള്ളിക്കാരി നോക്കി. അപ്പോൾ എന്നോട് ചോദിച്ചു വീട്ടിൽ വേറെ ലേഡീസ് ആരും ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, അമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അമ്മയൊക്കെ പ്രസവിച്ചില്ലേ, എന്നിട്ടും അറിയില്ലേ, ഇപ്പോൾ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണ്, 3 സെൻറ്റിമീറ്റർ ഓൾറെഡി ഡയലേറ്റഡ് ആണെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ഡെലിവറി പെയിൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി പെയിൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്, അത്രയ്ക്ക് പെയിനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇപ്പോൾ ഡെലിവറി നടക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിച്ചപ്പം എനിക്ക് 34 വീക്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അത്രയും പ്രീമച്ചുറായിരിക്കും ബേബി ആ ടൈമിൽ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ പ്രീമച്ചുർ ബേബീനെ വയ്ക്കാനുള്ള NIC ഫെസിലിറ്റി ഹോസ്പിറ്റലിലില്ല. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോകണം എന്ന് പറഞ്ഞ് ഡോക്ടർ വന്നില്ല, ജസ്റ്റ് കോൾ ചെയ്ത് പറഞ്ഞു. ഡോക്ടർ എന്നെ കണ്ടുമില്ല, നോക്കിയൊന്നുമില്ല, പറഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലോട്ടാണ് പോയത്. അവിടെ ചെന്ന സമയത്ത് അവർ സ്റ്റിറോയിഡ് എടുത്തു. എന്ന് പറഞ്ഞാൽ ബേബിക്ക് അപ്പോൾ 34 വീക്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഫുള്ളി ഡെവലപ്ഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഡെലിവറിയുടെ ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തൊരു 48 hours, 48 എന്ന് വെച്ചാൽ 2 ദിവസമെങ്കിലും ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട്, അല്ലെങ്കിൽ 24 hours മിനിമം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഡെലിവറി നടന്നില്ലെന്നുണ്ടെങ്കിൽ ബേബിയുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഹാർട്ട്, കിഡ്നി, ഇതൊക്കെ ലങ്സ്, മെയിൻലി ലങ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേബിക്ക് പുറത്ത് വന്നാലും സ്വന്തമായിട്ട് ശ്വസിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലങ്സിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനാണ് എനിക്ക് തന്നത്. അപ്പോൾ അത് തന്നു. എന്നിട്ട് ഇവർ സൈക്ലോപാം എന്നാണെന്ന് എൻ്റെ ഒരു ഓർമ്മ, അങ്ങനെ ഒരു പെയിൻ കില്ലറും കൊടുത്തു. സൈക്ലോപാം പെയിൻ കില്ലർ പ്രഗ്നൻസി കഴിക്കാൻ പറ്റുന്ന ഏതോ ഒരു പെയിൻ കില്ലറാണ്, അതും എനിക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കോൺട്രാക്ഷൻ ഉണ്ട്, എനിക്ക് ഫ്ലൂയിഡ് ലെവൽ കുറച്ച് കൂടുതലായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വയറ് ഭയങ്കര കല്ലപ്പായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, കോൺട്രാക്ഷൻ വരുന്ന ടൈമിലെ പോലെ തന്നെ. അപ്പം ഇടയ്ക്കിങ്ങനെ വരും പോവും അങ്ങനെയാണ്. പക്ഷേ ഡയലേഷനും ഉണ്ട്, ആ ഒരവസ്ഥയായിരുന്നു. പക്ഷേ സൈക്ലോപാം ഇഞ്ചക്ഷൻ ഇങ്ങനെ പെയിൻ എപ്പോഴും ഇടയ്ക്ക് ലേബർ റൂമിൽ പോവും, പെയിൻ മാറും, തിരിച്ചു വരും, ഇടയ്ക്ക് പിന്നെയും പോവും, അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. ആ ഒരു രീതിയിൽ ഈ മെഡിസിൻ കൊണ്ട് എനിക്ക് 1 വീക്ക് 35 വീക്സ് വരെ ഒപ്പിച്ചു. 35 വീക്സ് + 4 ഡേ ആയപ്പം എൻ്റെ അമ്മയൊക്കെ എന്നോട് പറയുകയാണ്, അപ്പോൾ ചിലപ്പോൾ നമ്മൾ നാളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി 2ാമത് ഡെലിവറിക്ക് വേണ്ടി വരാൻ പറയും. ഇപ്പോൾ ഒരാഴ്ചയായിട്ടും ഡെലിവറി നടന്നില്ലല്ലോ. അപ്പോൾ ബാക്കി അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളവരും പറയുന്നുണ്ട് ഇത്രയും ദിവസമൊന്നും ഇവിടെ കിടത്തത്തൊന്നുമില്ല, അവർ
വിട്ടിട്ട് നിങ്ങളോട് ഇനി രണ്ടാമത് വരാനേ പറയുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്തെ ബോധക്കുറവാണോ എന്താണോ എന്നറിയില്ല, എനിക്ക് അപ്പം തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള ഒരു മൈൻഡ്. എന്ന് വെച്ചാൽ കുഞ്ഞിന് മെച്ചറായിട്ടില്ല, 36 വീക്ക് കഴിയണം, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിൽ എനിക്ക് അന്നേരം അതൊന്നും എൻ്റെ മൈൻഡിലോട്ട് വരുന്നില്ല. എൻ്റെ ചിന്ത മൊത്തം എന്താ, എനിക്കിപ്പോൾ തന്നെ ഡെലിവറി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെയുള്ളൊരു ചിന്തയാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ബെഡിൽ നിന്നൊന്ന് എഴുന്നേറ്റതാണ്. ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ യൂറിൻ പാസ് ചെയ്ത പോലെ വെള്ളം ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഈ കഥകളിൽ ഓരോരുത്തർ പറഞ്ഞ് വെള്ളം പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടേക്കുന്നതല്ലാതെ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും എനിക്കില്ല. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഫുൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മൊത്തം വെള്ളമാവുകയാണ്. അപ്പം തന്നെ അവിടെ നിന്ന് ആൾ വന്നിട്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്ത് പ്രശ്നം, കുഞ്ഞ് വരാറായി, അത്രയേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 9:30 ആയപ്പോൾ എന്നെ ലേബർ റൂമിൽ കയറ്റി. എനിക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല, അന്നത്തെ പോലെ തന്നെ ഉള്ള ഒരു ഇതൊക്കെ ഉള്ളൂ. അവർ രാവിലെ വരെ നോക്കി, ഒരു 6 മണി വരെയൊക്കെ അവർ നോക്കി പെയിൻ തന്നെ വരുന്നുണ്ടോയെന്ന്. പെയിനൊന്നും എനിക്കിങ്ങനെ അധികമായിട്ടൊരു ഡെലിവറി നടക്കാൻ തക്കത്തുള്ള കോൺട്രാക്ഷൻസ് ഒന്നും വന്നില്ല. അപ്പോൾ എനിക്ക് അവർ ഫസ്റ്റ് ഡോസ് മെഡിസിൻ തന്നു, പെയിൻ വരാനായിട്ടുള്ള ഫസ്റ്റ് ഡോസ്. എൻ്റെ കൂടെ ആ സമയത്ത് ഡെലിവറിക്ക് കയറ്റിയ ആളുകൾക്ക് മറ്റേ കത്തേറ്റർ ഇട്ടിട്ടുള്ള ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. എനിക്ക് എൻ്റെ ഇത്രയും ഡെലിവറിയിലും 2 ഡെലിവറിയിലും അതല്ല. എനിക്ക് അങ്ങനെ ആ ട്യൂബ് ഇടേണ്ട ഒരു അവസ്ഥ വന്നെന്നല്ല, എനിക്ക് ട്യൂബ് ഇട്ടിട്ടില്ല. എനിക്ക് മെൻ്റലി അത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഈ ബലൂൺ, ആ ഒരു സംഭവം. അപ്പോൾ എനിക്ക് മെഡിസിനാണ് തന്നത്. മെഡിസിൻ തന്നു, ഫസ്റ്റ് ഡോസ് മെഡിസിൻ തന്നു. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എനിക്ക് ചെറിയ എന്തോ ഒരു വേദന പോലെയൊക്കെ, നല്ല പീരീഡ്സ് ആകുമ്പോൾ നല്ല പെയിനുള്ള ദിവസങ്ങളിൽ വരുന്ന പോലത്തെ ഒരു പെയിൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇവർ ചോദിക്കുന്നുണ്ട് പെയിൻ ഉണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടക്കുന്ന ഓരോരുത്തർ കരയുന്നുണ്ട്. ഞാൻ ഓർക്കുന്നത് നിങ്ങളൊക്കെ എന്തിനാണോ ഇങ്ങനെ കരയുന്നത്, ഞാനൊന്നും ഇങ്ങനെയൊന്നും കരയത്തൊന്നുമില്ല, ഇതൊക്കെ എന്തുവാ ഇങ്ങനെ കരയാതെയൊക്കെ പ്രസവിക്കാൻ പാടില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ മൈൻഡിൽ ഓർക്കുവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് 2ാമത്തെ ഡോസ് മെഡിസിനും കൊണ്ട് തന്നു. 2ാമത്തെ ഡോസ് മെഡിസിൻ തന്നപ്പോൾ തൊട്ട് പിന്നെയും വേദന വന്നു. നോർമലി ഞാനവിടെ കിടക്കുവാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഡെലിവറി. അപ്പോൾ എനിക്ക് രാവിലെ തന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1:30-2 മണിയോട് അടുത്തിട്ട് 1:30 മണിയോട് അടുത്തിട്ടുണ്ട്. ആ ടൈമിൽ ഒരു ഡോക്ടർ വരുവാണ്. ഡോക്ടർ വന്നിട്ട് എനിക്കൊരു PV ചെയ്തു. അവർ നമ്മുടെ ഫ്ലൂയിഡ് പൊട്ടിക്കാൻ വേണ്ടി ഒരു PV ചെയ്യും. ആ ഒരു സെയിം സംഭവമാണ് എനിക്കപ്പോൾ ചെയ്തത്. പക്ഷേ എൻ്റെ ഫ്ലൂയിഡ് ഓൾറെഡി പോയതുമായിരുന്നു. എന്നിട്ടും അവരതേപോലൊരു PV അങ്ങോട്ട് ചെയ്തു. അതായിരുന്നു PV. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയും പെയിനായിരുന്നു. അതിനുശേഷം എനിക്ക് നന്നായിട്ട് ഡെലിവറി പെയിൻ വരാൻ തുടങ്ങി. അപ്പം അവിടെ അതിൻ്റെ തൊട്ടടുത്ത ലേഡീസൊക്കെ കരഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മൈൻഡിൽ ഓർത്ത ഞാൻ എങ്ങനെയാണോ കരഞ്ഞതെന്ന് എനിക്കിപ്പോൾ ലാസ്റ്റ് എനിക്ക് അമ്മേനെ കാണണം, അതിനെ കാണണം, ഇതിനെ കാണണം, ഇതെന്താ കഴിയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മെഡിസിൻ തന്ന് പെയിൻ കുറയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്നായിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് ഒരു 3 മണിയോടെ 3:30 ആയപ്പോൾ ബേബി വരും എന്നൊരു ഇതിലെത്തി എന്നെ ഒരു മെയിൻ ലേബർ റൂമിലോട്ട് മാറ്റി. എൻ്റെ ഡെലിവറി നടന്നു. ഞാൻ പുഷ് ചെയ്തിട്ടൊന്നും കുഞ്ഞ് വരുന്നില്ല. ലാസ്റ്റ് ഒരു നേഴ്സ് വന്ന് എൻ്റെ വയറിങ്ങനെ തള്ളി കൊടുത്തപ്പോൾ ബേബി വന്നു. ആ ഒരു സമയം എന്നോട് ചോദിച്ചു എന്ത് ബേബിയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഗേളാണ് എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തരുവാണ് എൻ്റെ മോളെ. എനിക്ക് ആദ്യമായിട്ട് കാണിച്ചിട്ട്, ഇപ്പം നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഴയ പാസ്റ്റ് ഹിസ്റ്ററി ഫുൾ അവരെടുക്കും.
നമ്മളുടെ എത്ര പ്രഗ്നൻസി വന്നിട്ടുണ്ട്, അതിലെത്ര കുട്ടികളുണ്ട്, എന്തൊക്കെയായിരുന്നു നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മളുടെ ആ ഒരു റെക്കോർഡിൽ നമുക്ക് മുന്നേ മിസ്കാരേജ് ആയതും അങ്ങനെയുള്ള കുറേ ഡേറ്റാസ് അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുവാണ്, മോളാണ് കണ്ടിട്ട് സന്തോഷമായില്ലേ, ഇപ്പോൾ സങ്കടങ്ങളൊക്കെ മാറിയില്ലേ എന്നും പറഞ്ഞ് എൻ്റെ മോളെ കൊണ്ടുവന്ന് എൻ്റെ കവിളിൽ എനിക്കൊരു ഉമ്മ തരികയാണ്. ആ ഒരു മൊമെൻ്റ് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ജന്മം മറക്കുന്നൊരു മൊമെൻ്റല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇത്രയും എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് ഞാൻ ദൈവത്തിനോട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടില്ല. അത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതാണ് എൻ്റെ മോളെ. ഞാൻ ആ ഒരു മിസ്കാരേജിന് ശേഷം ഞാൻ കരഞ്ഞ കണ്ണീര് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രമേ അറിയാവുള്ളൂ. അത്രയും നമ്മൾ പോയ ആ ഒരു മോളെ വേണം 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 എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ എനിക്ക് ദൈവം ലാസ്റ്റ് തന്നതാണ് എൻ്റെ മോളെ. ആ മോളെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ ആ ഒരു നഷ്ടം അതിനു മുമ്പ് വന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും അതെത്ര പ്രീഷ്യസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ആ ഒരു നിമിഷം എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നീട് ഒരുപാട് സങ്കടങ്ങളുള്ള മുഹൂർത്തങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു മൊമെൻ്റ് എൻ്റെ ലൈഫിൽ എപ്പോഴും അതേ ഒരു സീനായിട്ട് എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. ഇത് ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ ഷോർട്സുകളായിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.